അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ടെക്നീഷ്യന്മാരുടെ ഗ്രൂപ്പിൽ ഒരു ഫോട്ടോ കണ്ടു. ഒരു പുതിയൊരു കമ്പനി നമ്മുടെ മാർക്കറ്റിലേക്ക് കടന്നു വരികയാണ്. ഞാൻ ഇതുവരെ അങ്ങനെ ഒരു കമ്പനിയെ പറ്റി കേട്ടിട്ടില്ല. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റ് അവർ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു അൺമാനേജബിൾ POS സ്വിച്ചിന്റെ ഒരു ഫോട്ടോ, ഒരു അഡ്വർടൈസ്മെന്റ് നമ്മുടെ ടെക്നീഷ്യന്മാരുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ട് അതിനകത്ത് എഴുതി വെച്ചിരിക്കുകയാണ് AI എനേബിൾഡ് അൺമാനേജബിൾ POS സ്വിച്ച്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അൺമാനേജബിൾ POS സ്വിച്ചിനകത്ത് AI വർക്ക് ആകുമോ, എന്താണ് അവർ AI കൊണ്ട് ഉദ്ദേശിക്കുന്നത്, യഥാർത്ഥത്തിൽ അത് ഉള്ളത് തന്നെയാണോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എനേബിൾഡ് ആയിട്ടുള്ള ഒരു സ്വിച്ച് നോക്കുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവർക്ക് നല്ലൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ടോപ്പിക്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പുതിയ വീഡിയോസൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ഒരു വീഡിയോ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു മാനേജബിൾ സ്വിച്ച് എന്നും ഒരു അൺമാനേജബിൾ സ്വിച്ച് എന്നും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം. എന്നെങ്കിൽ മാത്രമാണ് ഞാൻ ഈ പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഒരു മാനേജബിൾ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂസറിന്, അതായത് ഉപഭോക്താവിന് നേരിട്ട് ആ സ്വിച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരു ഇന്റർഫേസ് ഉണ്ടായിരിക്കണം. അതായത് ചിലപ്പോൾ ബ്രൗസർ വഴി, ഇപ്പോൾ നമ്മളിപ്പോൾ ക്യാമറയ്ക്കകത്തൊക്കെ ലോഗിൻ ചെയ്യില്ലേ, അതേപോലെ ഒരു ബ്രൗസർ വഴി ഗൂഗിൾ ക്രോമോ മോസില്ല ഫയർഫോക്സോ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ഒക്കെ വഴി നമുക്ക് ലോഗിൻ ചെയ്തിട്ട് അതിനകത്ത് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധിക്കുന്ന സ്വിച്ചുകളെയാണ് ഈ മാനേജബിൾ സ്വിച്ചുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ബ്രൗസർ വഴിയാണ് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞെങ്കിലും കമാൻഡ് ലൈൻ ഇന്റർഫേസ്, അതായത് CLI എന്ന് നമ്മളെ പറയും. അതായത് കമാൻഡുകൾ കൊടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ചേഞ്ചസ് ഒക്കെ വരുത്താം. ഇപ്പോൾ സിസ്കോയുടെ ഒക്കെ സ്വിച്ചുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ ഇപ്പോൾ നമുക്കറിയാം CCNA ഒക്കെ പഠിക്കുന്ന വ്യക്തികൾ കമാൻഡ് ലൈൻ ഇന്റർഫേസ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ പണ്ട് CCNA പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളുമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്വിച്ചുകളാണ് നമ്മൾ പൊതുവെ ഈ മാനേജബിൾ സ്വിച്ചുകൾ എന്ന് വിളിക്കുന്നത്. അതേസമയം അൺമാനേജബിൾ സ്വിച്ച് എന്ന് പറഞ്ഞാലും അതിനകത്ത് അങ്ങനെയുള്ള ഇന്റർഫേസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ അതായത് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, പക്ഷേ അത് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല അതിനകത്തുള്ളത്. അതിനുള്ളിൽ അതുകൊണ്ട് തന്നെ ഈ കാലാകാലങ്ങളിൽ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള അപ്ഗ്രഡേഷൻ, അതായത് ഫേംവെയർ അപ്ഗ്രഡേഷൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഗ്രഡേഷൻ എന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ഈ സാധാരണ മോഡൽ സ്വിച്ചുകളിൽ കാണാറില്ല. അതായത് ഒരു അൺമാനേജബിൾ സ്വിച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു IP ക്യാമറയാണ് കുത്തുന്നതെന്നുണ്ടെങ്കിൽ ആ IP ക്യാമറയ്ക്ക് വേണ്ട പവർ കൊടുക്കാനും അതുപോലെ തന്നെ ആ ക്യാമറയിൽ വരുന്ന ഡാറ്റ കൈകാര്യം ചെയ്യാനും വേണ്ടിയിട്ടുള്ള രീതിയിലാണ്. അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, റിലയബിൾ ആയിട്ടുള്ള, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് മാത്രമാണ്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിലുള്ള AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു സെറ്റ് ഓഫ് ഡാറ്റ കളക്ട് ചെയ്യാനും അത് വിശകലനം ചെയ്യാനും അതുപോലെ തന്നെ അതിന് എഗെയിൻസ്റ്റ് ഡിസിഷൻസ് മേക്ക് ചെയ്യാനും കേപ്പബിൾ ആയിട്ടുള്ള സ്വിച്ചുകൾ, റൗട്ടേഴ്സ്, ആക്സസ് പോയിന്റുകൾ, ഇതൊക്കെയാണ് റിയൽ AI എനേബിൾഡ് ആയിട്ടുള്ള ഡിവൈസുകൾ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യുന്നുണ്ടാവും, അത് കാലാകാലങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അതായത് അതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഡാറ്റയെ വിശകലനം ചെയ്തുകൊണ്ട് സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള ഉപകരണങ്ങളാണ് ശരിക്കും AI എനേബിൾഡ് ആയിട്ടുള്ള ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡിവൈസുകളെല്ലാം തന്നെ മാനേജബിൾ ആയിട്ടുള്ള സ്വിച്ചുകളോ അല്ലെങ്കിൽ ക്ലൗഡ് കൺട്രോൾഡ് ആയിട്ടുള്ള ഡിവൈസുകളോ ആയിരിക്കും. അല്ലാതെ നോർമൽ ഒരു സ്റ്റാൻഡ് അലോൺ അൺമാനേജബിൾ സ്വിച്ചിന് ഒരിക്കലും ചെയ്യാൻ സാധിക്കുന്ന ഒരു പരിപാടിയല്ല ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അതിനുള്ളിൽ നല്ല പെർഫോമൻസ് ഉള്ളൊരു പ്രോസസ്സർ ഉണ്ടായിരിക്കണം, നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതിനകത്ത് റൺ ചെയ്യണം, എന്നെങ്കിൽ മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നോർമൽ ഒരു 2500 അല്ലെങ്കിൽ 3000 രൂപയ്ക്ക് കിട്ടുന്ന ഒരു സാധാരണ സ്വിച്ചിനെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യമല്ല ഈ AI എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പനികളൊക്കെ നമ്മൾ പറ്റിക്കുവാണോ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? യഥാർത്ഥത്തിൽ അവരെന്താണ് അവരുടെ AI എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഞാനിനി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അവർ 2-3 കാര്യങ്ങളിലാണ് ഈ അൺമാനേജബിൾ POS വെച്ച് AI എനേബിൾഡ് ആണെന്ന് പറയപ്പെടുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ POE വാച്ച് ഡോഗ് കേപ്പബിലിറ്റി ആണ്. ഈ POE വാച്ച് ഡോഗ് ഫംഗ്ഷനാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു IP ക്യാമറ ഒരു അൺമാനേജബിൾ POS വെച്ചിട്ട് പോർട്ടലിലേക്ക് കുത്തിവെക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഡാറ്റയും പവറും പാസ് ചെയ്യും അല്ലേ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ക്യാമറയ്ക്ക് പവർ കിട്ടുന്നുണ്ടെങ്കിലും ഈ ക്യാമറ ശരിക്കും വർക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ പോർട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഡാറ്റ പോകുന്നുണ്ടാവില്ല അല്ലേ. അപ്പോൾ ഈ സ്വിച്ച് എന്താണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വിച്ച് ആ ഒരു പോർട്ടിലേക്ക് പോകുന്ന പവറിനെ കുറച്ച് നേരത്തേക്ക് കട്ട് ചെയ്യും.
കട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക, ഈ ക്യാമറ അങ്ങ് ഓഫ് ആകും, എന്നിട്ട് വീണ്ടും പവർ കൊടുക്കും. അപ്പോൾ എന്ത് സംഭവിക്കും, ക്യാമറ ഒന്നുകൂടെ ഓൺ ആയി വരും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ പ്രസൻസ് ഇല്ലാതെ ഒരു സാധനം അവിടെ റീബൂട്ട് ആവുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു ട്രൂ AI ഫീച്ചർ അല്ല, അതൊരു ടൈമർ വെച്ചിട്ടുള്ള ഒരു ഓട്ടോമേഷൻ ആണ് നടക്കുന്നത്. പക്ഷേ കമ്പനി അതിനെ AI ആയിട്ടാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് AI ഫീച്ചർ അല്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കണ്ട ടെക്നോളജി പോലെ തന്നെ POE എക്സ്റ്റൻഡ് മോഡ്, അതായത് കൂടുതൽ ദൂരത്തേക്ക് നമുക്ക് ക്യാമറ വയ്ക്കാൻ പറ്റുന്ന ആ ഒരു കേപ്പബിലിറ്റി, അതേപോലെ തന്നെ ഓവർലോഡ് പ്രൊട്ടക്ഷൻ, POE പ്രയോറിറ്റി മോഡ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം AI ആണെന്നാണ് പല കമ്പനികളും ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊന്നും AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടിയല്ല. AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് റിയൽ AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേറ്റയെ പഠിച്ച് അതിനെ വിശകലനം ചെയ്തുകൊണ്ട് അതിനെതിരെ അതിന് അഗെയിൻസ്റ്റ് തീരുമാനങ്ങൾ, സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള സാധനത്തെ മാത്രമാണ് യഥാർത്ഥത്തിൽ AI എന്ന് പറയുന്നത്. അപ്പോൾ ഉള്ളതുപോലെ തന്നെ പറഞ്ഞ് കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയം ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.